എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് കമല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം വിക്രത്തിനെ പോലീസ് കൊണ്ടുപോയിരിക്കുക. ഇനിയിപ്പം അവനെ ഒരു കാരണവശാലും വിടുമെന്ന് തോന്നില്ല. കാപ്പ കുറ്റമാണ് അവന്റെ മേലെ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ അവനിങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല. ആ സമയം സുകുമാരൻ മാഷ് വന്നിട്ട് പറഞ്ഞു, നിന്റെ മോൻ ഇനിയിപ്പൊ അകത്താവും, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, അവനെ കുറിച്ചുള്ള ശല്യം തീർന്നല്ലോ എന്നൊക്കെ പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ കമലയ്ക്ക് വല്ലാത്ത വിഷമായി. ഇങ്ങനൊന്നും പറയല്ലേ മാഷെന്ന് പറയാ. പിന്നെ എങ്ങനെ പറയണം? അവൻ കാരണം ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ നിനക്ക് നാണമില്ല എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് വിക്രം വരുന്നേ. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഓടി ചെല്ലുവാണ് കമല അങ്ങോട്ട്. എന്റെ മോനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം. ആ സമയം വിനയനും വിശ്വമൊക്കെ അങ്ങോട്ട് വരുവാണ്. വിനയൻ ചോദിച്ചു, അല്ല ഇതെന്താ, നീ എപ്പ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയാൻ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ? പിന്നെ എങ്ങനെ ഇറങ്ങിയെന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ അത് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വെറുതെ അല്ല അമ്മ ഇത്രമാത്രം ടെൻഷൻ അടിച്ചേ. അല്ലട മോനെ, എങ്ങനെ നീ ഇറങ്ങിയത്? എങ്ങനെ നിന്നെ ആരെ ഇറക്കാൻ വന്നേ? വക്കീല് നിനക്ക് വേണ്ടി വാദിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടല്ലോ. പിന്നെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. അമ്മേ, എനിക്ക് വേണ്ടി ഒരു വക്കീല് വാദിക്കാൻ വന്നു. വക്കീലിനെ കൊണ്ടുവന്നത് വേദയാന്ന് പറയണം. ഇത് കേട്ടത് അവിടെ നിന്ന് മുകുന്ദമാഷ് വരെ ഞെട്ടിപ്പോയി. വേദ അപ്പത്തേനും പടി കിടന്ന് അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് വേദ നേരെ കമലയുടെ അടുത്തേക്ക് വരുവാണ്. കമല വേദനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. കമലയ്ക്ക് മനസ്സിലായി, പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. ഇവള് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം തന്നെയാണ്, നിലവിളക്ക് തന്നെയാണ് ഇവള്. ഇവളുള്ളിടത്തോളം കാലം ഈ കുടുംബത്തിന്റെ ആപത്തും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നില്ല. വിക്രത്തിന്റെ ഇപ്പോഴത്തെ കഷ്ടകാലങ്ങളൊക്കെ വേദ ഉള്ളതുകൊണ്ട് മാത്രം മാറിക്കൊണ്ടിരിക്കണം എന്ന് കമലയ്ക്ക് മനസ്സിലായി. അങ്ങനെ പിന്നീട് വിക്രത്തെ നോക്കിയിട്ട് വേദ അകത്തേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുകയാണ്. കമല പറഞ്ഞു, വാ മോളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ട് കയറി ചെല്ലുമ്പോഴത്തേനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വാദപ്പള്ളിയിൽ അവിടെ സുകുമാരൻ ഭാഷ വെച്ച് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് എന്തിന്റെ കേടാ? അവനെ അകത്ത് കിടന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണ് സ്വസ്ഥതയുണ്ടായിരുന്നു. ഇവനൊക്കെ മരിച്ചു പോയെന്ന് കരുതാനേ എനിക്ക് താല്പര്യം. ഇവനെ പോലുള്ള ഒരുത്തനെ പുറത്തിറങ്ങിയിട്ട് നിനക്ക് എന്താ കിട്ടിയത്? നിനക്ക് വല്ല പുണ്യം കിട്ടിയോ? ഇവനെ അകത്ത് കിടക്കുവാണെങ്കിൽ ഒരു ശല്യം തീർന്നു കിട്ടിയെന്ന് പറയാം. വേദയ്ക്ക് സഹിക്കാൻ പറ്റുമോ? വേദ പറഞ്ഞു, ഒത്തിരി കുട്ടികളെ ഉപദേശിച്ച് നേരെയാക്കിയിട്ടുള്ളതല്ലേ മാഷ്. എന്നിട്ട് ആ മാഷാണ് ഇങ്ങനെ പറയണേ. സ്വന്തം മോനെ നേരെയാക്കാൻ മാഷിന് പറ്റിയിട്ടില്ലേ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിരുത്തി കൊടുക്കേണ്ട മാഷിന്റെ കടമയല്ലേ? എന്നിട്ടെന്താ മാഷിന്റെ മോൻ ഇങ്ങനെയാ തീർന്നേ? ഇത് വിക്രം എന്റെ ഭർത്താവാണ്. ഭർത്താവിന്റെ ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കേണ്ട ആള് ഭാര്യയാണ്. ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്കറിയാം ഇവിടെ വിക്രം ഈ സമയത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി വിക്രത്തിനെ ഇങ്ങോട്ട് രക്ഷിച്ചുകൊണ്ട് വന്നേ. പക്ഷേങ്കിൽ നാളെ ഒരു പക്ഷേ വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ജയിലിലാക്കാനും എനിക്ക് മടിയില്ല. ഞാൻ തന്നെ വിക്രത്തിനെ ജയിലിലാക്കുകയും ചെയ്യും. എനിക്ക് അങ്ങനെ മടിയില്ല. ഞാൻ നേരിന്റെ പക്ഷത്തെ എപ്പോഴും നിൽക്കുള്ളൂ. ഞാൻ ജസ്റ്റ് ശങ്കരനാരായണന്റെ മോളാണ്. അപ്പൊ ആ ഒരു നിലപാടും ഞാൻ സ്വീകരിക്കത്തുള്ളൂ. ഇപ്പൊ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് വിക്രത്തിനെയും കൂടി ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി വിക്രത്തിനെ നന്നാക്കാൻ ഞാൻ നോക്കുകയും ചെയ്യുന്നു പറയാം. പിന്നെ നന്നാക്കാൻ നോക്കി നല്ല പണി തന്നെ. അവൻ നേരെ ആയ തന്നെ, നിനക്ക് വേറെ പണിയില്ല എന്ന് പറയണം. പിന്നെ നന്നാക്കലും എടുക്കലും ഒക്കെ പുറത്ത്, ഇവിടെ പറ്റില്ല. ഒരു മരുമോൾ എന്ന സ്ഥാനത്ത് നിന്ന് നിനക്ക് ഒരിക്കലും അവളെ നേരെയാക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടെന്ന് വേദ പറഞ്ഞു, വേണ്ട, ഒരു മരുമോൾ എന്ന സ്ഥാനം വേണ്ട. ഇതോടെ സുകുമാരൻ മാഷ് പറഞ്ഞു, മുമ്പത്തെ പോലെയാണ് നിനക്ക് ഇവിടെ കഴിയാം, അല്ലാതെ ഒരു മരുമോളുടെ സ്ഥാനം പതിവെടുത്ത് നീ ഇവിടെ കഴിയണ്ടെന്ന് പറയാം. ഇത് കേട്ടതും നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രീജയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പെട്ടെന്ന് വേദ പറഞ്ഞു, അതെ, ഒരാൾ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അവരെ നന്നാക്കാന്നുള്ളത് കടമയാണ്. ഒരുപക്ഷെ നന്നാക്കാൻ നമ്മൾ നോക്കും, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ശ്രമിക്കും. നന്നാകൂല്ലെന്ന് പിന്നീടല്ലേ തീരുമാനിക്കണ്ടേ. ഒരാൾ അത്ര നമുക്ക് പാടെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. മാഷിന് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? മാഷിന് സ്വന്തം മോനല്ലേ ഇത്. മോനെ നേരെയാക്കേണ്ട കടമയും ബാധ്യം മാഷിനില്ലായിരുന്നോ? അവന് അങ്ങനെ കൊള്ളരുതാത്താനാന്ന് പറഞ്ഞിട്ട് അവനെ ഉപേക്ഷിച്ച് കളയുവാണോ വേണ്ട? ഒരിക്കലും അല്ല. അവൻ എവിടെയാണോ തെറ്റുപറ്റിയത് അവിടെ വെച്ച് തിരുത്തുക ചെയ്യണ്ടേ. അതാണ് ചെയ്യണ്ടേ. എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് മാഷിനെ വെല്ലുവിളിക്കുകയാണ്. ഒന്നുമല്ലേലും ഞാന് വിക്രത്തിന്റെ ഭാര്യയല്ലേ, വിക്രം കിട്ടിയ താലി എന്റെ കഴുത്തിൽ കിടക്കണേ. ഇനി കുടുംബത്തിൽ ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാം. ഇത് കേട്ട് സുകുമാരൻ മാഷ് പറഞ്ഞു, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന അവൻ പോലും നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? പിന്നെയാണ് ഈ വീട്ടിലുള്ളവർ നിന്നെ അംഗീകരിക്കാൻ പോകുന്നത്. വേദ പറഞ്ഞു, വേണ്ട, എന്നെ ആരും അംഗീകരിക്കണ്ട. എനിക്ക് എന്റേതായ ചില നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലുറച്ച് ഞാൻ നിൽക്കുള്ളൂ എന്ന് പറയാം. പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. കമലയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. വേദ അകത്തേക്ക് കയറി പോന്നല്ലോ. മാഷ് ഒന്നും മിണ്ടാതെ മാഷ് അങ്ങോട്ട് പോവാണ്. പിന്നീട് വിക്രം നേരെ ടൗണിലേക്ക് പോവാണ്. അപ്പൊ വിക്രത്തിന്റെ മനസ്സിലേക്ക് സുകുമാരൻ മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ, എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇപ്പൊ മരിച്ചുപോയെന്ന് കരുതാൻ ഞങ്ങൾക്ക് താല്പര്യം. പിന്നീട് വേദയെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുവാണ്. അവള് വന്നുകൊണ്ട് തന്റെ ജീവൻ രക്ഷപ്പെട്ടെ. ഒരു പക്ഷെങ്കിൽ അല്ലെ താനിപ്പോ ജയിലിലായാലും ശ്രീനിവാസ് സാറിന് പോലും തന്നെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അതൊക്കെ ഓർത്ത് നല്ല സ്പീഡ് ബൈക്ക് വിടുമ്പോഴത്തേനും കൃത്യം ബൈക്കിന് മുന്നിലേക്ക് രാധ തന്റെ ഓട്ടോറിക്ഷ കൊണ്ട് വരുവാണ്. പെട്ടെന്ന് വിക്രം
ബൈക്ക് നിർത്തി ഇറങ്ങിയിട്ട് ചോദിച്ചു, നീ എന്താ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയേക്കോണെന്ന് ചോദിക്കുക. അതെ, കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കണ്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം. നിനക്ക് എന്താ രാധേന്ന് ചോദിക്കുക. എന്താന്ന് മനസ്സിലായില്ലേ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരുത്തി അവിടെ വന്നിട്ടുണ്ടല്ലോ, ഒരു വേദ. ആ വേദാളത്തിനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടിച്ചു വിട്ടണമെന്ന് പറയാം. അല്ലെങ്കിൽ ഈ രാധയുടെ സ്വഭാവം എന്താന്ന് മനസ്സിലാവും. ഇത് ഈ വിക്രം എനിക്കുള്ളതാ. ഇതിൽ അവകാശം പറഞ്ഞിട്ട് വരാൻ ഞാൻ ആരെ സമ്മതിക്കില്ലെന്ന് പറയാം. നീ എന്തൊക്കെയാ രാധ ഈ പൊലമ്പടെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞ വാക്കാ. അറിയാലോ, എന്റെ അച്ഛനാണ് സത്യം. അല്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും. 2 കുപ്പി പെട്രോൾ അധികം മേടിച്ച് നിങ്ങളുടെ തലയിൽ ഊറ്റും, എന്റെ തലയിൽ ഊറ്റും. എന്നിട്ട് ഞാൻ തീ വെച്ച് ഞാൻ ചാവുമെന്ന് പറയാം. പിന്നീട് പറഞ്ഞു, അല്ലേ വേണ്ട, നിങ്ങളുടെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കുന്നുള്ളൂ. ഇപ്പോഴതാണല്ലോ ട്രെൻഡ്. ആസിഡ് ഒഴിച്ച് നിങ്ങളുടെ മുഖം ഞാൻ വികൃതമാക്കും. പക്ഷേങ്കിൽ എന്നാലും ഈ രാധ ഇട്ടിട്ട് പോയില്ല. അങ്ങനെ വികൃതമായ മുഖത്തോടൊപ്പം ഞാൻ ജീവിക്കും. കാരണം നിങ്ങളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയണേ. രാധയ്ക്ക് വിക്രം എന്ന് പറഞ്ഞ ഒരുമാതിരി ഭ്രാന്താണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് രാധയ്ക്ക് വിക്രത്തിന്. പിന്നീട് രാധ അങ്ങോട്ട് ഓട്ടോറിക്ഷ കയറി പോകും. വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കണം. വിക്രത്തിനാണെങ്കിൽ ഒന്നും വരാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് വേദ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടെ ടെൻഷനാണ്. അപ്പത്തേനും വിക്രത്തിന്റെ മുഖം മനസ്സിൽ വന്നു. വിക്രത്തിന്റെ കൂടെ ബൈക്ക് വന്ന കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ചിന്തിച്ച് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുത്തിയിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നന്ദിനി വരുന്നത്. ഇവളെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കാര്യമായിട്ട് എന്തോ ആലോചനയാണല്ലോ. പിന്നീട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. വേദ പെട്ടെന്ന് ശ്രദ്ധിച്ചത്, ഇവളെങ്ങനെ ഇവിടുന്ന് പായിക്കുന്നത്, എങ്ങനെയും പായിച്ചാൽ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ തന്റെ ഭാവി സുരക്ഷിതമാകുള്ളൂ. ഇവളും കൂടെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ തനിക്കൊരു പാരയായിട്ട് വരും. ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഓടിക്കണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നീട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വേദ ചോദിച്ചു, എന്താ നന്ദിനി ചേച്ചി ഇങ്ങനെ ആലോചന നിൽക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞെട്ടുവാണ്. എന്തോ കാര്യമായിട്ടുള്ള ആലോചനയാണല്ലോ. എന്നെ പുറത്താക്കുന്ന കാര്യം മറ്റോ ആണോ? അങ്ങനെയൊന്നും അല്ലാന്ന് പറയാണ്. അതെ, നീ എന്നോട് കൂടുതൽ സംസാരിക്കുകയാണെന്ന് മരണ്ടെന്ന് നന്ദിനി പറയാം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ഒന്നും അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലുള്ളതല്ലേ, നമ്മൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന മരുമക്കളല്ലേ, നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേന്ന് ചോദിക്കോ. ഓഹോ, അപ്പൊ ഇവിടെ നീ ചേരിത്തിരിപ്പ് ഉണ്ടാക്കാനാണോ? ചേരിത്തിരിപ്പല്ല, ഉള്ള കാര്യം പറഞ്ഞാ നമുക്ക് ഫ്രണ്ട്സ് ആവെന്ന് പറയണം. പിന്നെ എനിക്ക് നിന്റെ ഫ്രണ്ടൊന്നും ആവണ്ടെന്ന് പറയാ. എന്നിട്ട് വേണം എന്നെയും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട്. എന്താ നന്ദിനി ചേച്ചി ഇങ്ങനെ പറയണേ? ചേച്ചി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. നമ്മളൊന്നും അല്ലേലും നാത്തൂന്മാരല്ലേ, ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ വേണ്ടേന്ന് ചോദിക്കും. പിന്നെ നാത്തൂന് ഒന്ന് പോയിക്കോണം എന്റെ മുന്നിൽ നിന്ന്, എനിക്ക് നിന്നെ കാണുമൊന്നും വേണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദം ഞാൻ അങ്ങനെ പറയല്ലേ, പിന്നെ എന്ന് പറയണം. എന്നാ ശരി, ഞാൻ എന്റെ മുറിയിലേക്ക് പോട്ടെ എന്ന് പറയണം. നിന്റെ മുറിയോ? അതെ, വിക്രത്തിന്റെ മുറി എന്റെ മുറിയില്ലേ, ഞാൻ വിക്രത്തിന്റെ ഭാര്യയല്ലേന്ന് ചോദിക്കണം. എന്ന് മുതല്? അതെന്ന് മുതലേ ആയിക്കോട്ടെ, വിക്രത്തിന്റെ മുറിയിൽ ഞാൻ പോയി നോക്കട്ടെ, എനിക്ക് അവിടെ ചെന്നിട്ട് ഇച്ചിരി പണിയുണ്ട് എന്നും പറഞ്ഞിട്ട് നേരെ വിക്രത്തിന്റെ മുറിയിലേക്ക് പോകണം. അതൊട്ടും ശ്രീജയ്ക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് വേദ മുറിയിലൊക്കെ പോയി നോക്കണം. അപ്പൊ ബെഡില് ഷർട്ടും എല്ലാം ഊരിയിട്ട് അതേപടി തന്നെ കിടക്കുന്നു. വേദ എല്ലായിടത്തും മടക്കി വെക്കുവാണ്. പിന്നീട് കബോർഡിനകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കുറെ ട്രോഫികളും കാര്യങ്ങളും ടൂർണമെന്റിന് കിട്ടിയതെല്ലാം ഇരിക്കണം. ഇത്രയ്ക്ക് കഴിവുള്ളവനായിരുന്നോ തന്റെ ഭർത്താവ്? പിന്നീട് അവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആ പെട്ടി തുറക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന്റെ കവർ കിട്ടുവാണ്. നോക്കിക്കഴിയുമ്പോൾ അതിന് കുറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വിക്രത്തിന്റെ. ഇത്ര പഠിപ്പുള്ളവനായിരുന്നോ? എന്നിട്ട് എന്താ ഇങ്ങനെ സംഭവിച്ചേ? ഒന്നും മനസ്സിലാവുന്നില്ല എന്റെ ഭഗവാനെ. എന്താ ഏതാണെന്നും വേദിക്കൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് ശ്രീനിവാസന്റെ അടുത്തേക്ക് വിക്രം ചെല്ലുവാണ്. വിക്രം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീനിവാസൻ പറഞ്ഞു, എടാ എന്നോട് ക്ഷമിക്കണോട്ടെന്ന് പറയണേ. എന്തിനാ സാറേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ ഏർപ്പാടാക്കിയ വക്കീലിനെ നിന്നെ രക്ഷിക്കാണ്ട് പറ്റിയില്ല, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നിന്റെ ഭാര്യ വക്കീലിനെ ഏർപ്പാടാക്കി നിന്നെ രക്ഷിച്ചല്ലോ എന്ന് പറയാണ്, അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. അല്ല എന്തിനാ ഇപ്പം എന്നെ വിളിപ്പിച്ചെന്ന് ചോദിക്കുക. അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇന്ന് ശരി പറഞ്ഞു. അതെ, എനിക്ക് ചെന്നിട്ട് ഇച്ചിരി ധൃതിയുണ്ട്. ഇപ്പം ശ്രീനി സാർ പറഞ്ഞില്ലേ ഒരുത്തീനെ കുറിച്ച്, അവളെ എനിക്ക് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെന്ന് പറയാ. അത് പാടില്ല വിക്രം, നീ താലി കെട്ടിയ പെണ്ണല്ലേ. പോരാത്തന്നെ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു, പ്രണയിച്ച് കല്യാണം കഴിച്ചതാ. ഇതിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കരനാരായണനാണ്. അയാളാണ് ഈ പരാതി കൊടുത്ത് കള്ളക്കേസ് കുടിക്കുകയെന്നൊക്കെ. ഇനിയിപ്പം അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിയില്ലേ, അതൊന്നും വേണ്ടാന്ന് പറയാം. നിന്നെ ഇപ്പം പിടിപ്പിച്ച് ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാന്ന് പറയും. എന്ത് കാര്യമാണ് ശ്രീനി സാറിന് ചോദിക്കുകയാണ്. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് ഒരു കോളനി ഒഴിപ്പിക്കുന്ന കാര്യമൊക്കെ പറയണം. ഇലക്ഷനാണ് വരുന്നത്, അവിടെ നീ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ശ്രീനി പറയുന്ന കാര്യങ്ങളല്ല അപ്പടി വിഴുങ്ങുവാണ്. വിക്രത്തിനൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ശ്രീനി പറയുന്ന പോലെ എല്ലാം വിക്രം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. ആ സമയത്ത് വേദയുടെ വീട്ടിൽ ശ്രീകാന്ത് ആകപ്പോൾ കട്ടക്കലിപ്പ് നിൽക്കുകയാണ്. ശ്രീകാന്തിന്റെ അടുത്തേക്ക് വർഷ കോഫിയൊക്കെ ആയിട്ട് വരുവാണ്. ശ്രീകാന്തിനോട് പറഞ്ഞു, എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ? എങ്ങനെ ടെൻഷൻ അടിക്കായിരിക്കും, അവൾ എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേച്ചിട്ടല്ലേ പോയത്. പെട്ടെന്ന് വർഷ പറഞ്ഞു, എന്റെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയാ. വീട്ടിലാണെങ്കിൽ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവരും വിളിച്ചു ചോദിക്കുക എന്തിനാ ദർശന വാദിക്കാൻ പോയെന്നൊക്കെ. ഇതിൽ പല ഒരു നാണക്കേട് വേറെ കിട്ടാനുണ്ടോ? ഇല്ല,
എല്ലാവരുടെ മുന്നിൽ നാണം കേട്ട എൻ്റെ അച്ഛനും അമ്മ ഇരിക്കണേന്ന് പറയാണ്. ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു, ഇതിനേക്കാളും ഭേദം അവള് പോയി മരിക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവളും മരിച്ചുമില്ല. ഇത് മനുഷ്യന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന, എന്തെയാണോ എങ്ങനെയാണെന്ന് എനിക്കറിയാം, വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കട്ടക്കൽപ്പി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.